മോദിജിയെ കാണാനായിട്ട് വന്നായിരിക്കും. കണ്ടിരുന്നോ? കണ്ടിരുന്നു. എന്താണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ സാധ്യതകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സുരേഷ് ഗോപിക്ക് നല്ല സാധ്യതയാണുള്ളത്. അവിടെ അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് ആ സ്ഥലത്ത് വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹം എല്ലാ ആളുകൾക്കും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, ഒരു സഹായം ചെയ്തു കൊടുക്കുന്ന ഒരാളാണെന്നാണ് നിങ്ങളുടെ. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും മാധ്യമങ്ങളടക്കം മണിപ്പൂർ വിഷയത്തെ വളരെയധികം തൃശ്ശൂർ മണ്ഡലത്തില് അവർ സംസാരിക്കുന്നുണ്ട്. അത് സുരേഷ് ഗോപിയെ പോലുള്ള സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതകളെ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഒരു തരത്തിലും അത് ബാധിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിപ്പൂരിലത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കോടതി അവിടെ ഒരു മൊയ്ത്തി വിഭാഗങ്ങൾക്ക് തരണമെന്ന്, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞൊരു വിധി വന്നു. ആ വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മൊയ്ത്തി വിഭാഗവും കുക്കി വിഭാഗവും തമ്മിലുള്ള വിഷയം അത് വളരെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നമാണത്. അതിൽ BJPക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. അവിടെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, ഈ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിച്ചിട്ടുണ്ട്. BJP സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ പോണത്. പലതവണയായിട്ട് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് തൃശ്ശൂരിലേക്ക്. കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് അത് എത്രത്തോളം BJP സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികൾക്ക് ഗുണം ചെയ്യും? അത് വളരെ നന്നായി ഗുണം ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇവിടുത്തെ ജനങ്ങളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ സംസാരം ശ്രവിക്കാനും കൂടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്നുകൊണ്ട് വളരെ വലിയ ഗുണം BJPക്കും NDA ഘടകകക്ഷിക്കും ഉണ്ടാവും.